ഗൈസ്, വെൽക്കം ബാക്ക്. നമസ്കാരം. കൈവിട്ട് പോയി എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പിടിച്ചു നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർഗി ടൈം വിന്നറാണിത്. വലിയ മാറ്റങ്ങളോ ഇതോ ഒന്നും വന്നിട്ടില്ല. ആ പഴയ കളി തന്നെയാണ്. ബട്ട് എനിക്ക് ഡിഫെൻസീവ് വൈസ് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു മെഗ്വയറിനെ ഞാൻ കുറ്റം പറയില്ല, കാരണം പുള്ളി അത്രത്തോളം നമുക്ക് വേണ്ടിയിട്ട് നല്ല സർവീസ് ചെയ്തതാണ്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഗോൾ കയറി. പിന്നെ ബാക്കി കളി വൈസ് പറയുകയാണെങ്കിൽ നമ്മൾ ലീഡ് എടുത്തത് പോലും റേഞ്ചേഴ്സിൻ്റെ ഒരു കിട്ടിയിട്ടാണ്. എന്താ പറയുക, ആ ഒരു ഓൺ ഗോൾ, ബട്ട്ലാൻഡിൻ്റെ ആ ഒരു ഓൺ ഗോളിലാണ് ഞാൻ വിചാരിച്ചു എന്താണിത്, അതിൽ തന്നെ തൂങ്ങിപ്പിടിച്ച് പോവുകയാണല്ലോ. എത്ര ടൈമാണ് അതിൽ തന്നെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് എന്താ പറയുക, ഈ പാതിരാത്രികളിലെ കളിക്ക് ഒരു നമ്മൾ കാണുന്നവരെ ഉറക്കിപ്പോകുന്നത് പോലത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നും ഒരുമാതിരി ശോകം, ഓൾമോസ്റ്റ് ഓൾ പൊസിഷൻ. ബട്ട് എനിക്കിന്ന് എടുത്ത് പറയാൻ തോന്നിയത് ഗർനാച്ചോ. ചങ്ങായിക്ക് പൈസയൊക്കെ കിട്ടും, എന്നെ ഇങ്ങനെ ക്ലബ്ബുകൾ നോക്കുന്നുണ്ട് എന്ന് കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് നല്ല കളിയായിരുന്നു. ഗർനാച്ചോൻ്റെ സൈഡിൽ നിന്ന് ഇന്ന് നല്ല കളികൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ അവനിങ്ങനെ കളിക്കാത്തതാണ്. ബട്ട് ഇന്ന് അമാദിന് നേരെ ഗർനാച്ചോൻ്റെ പ്രേതം അമാദിൻ്റെ മേത്ത് കയറിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് പുള്ളിക്കാരൻ അമാദ് കുറച്ചൊരു സെൽഫിഷ് ആയിരുന്നു. ഒരു 2-3 ചാൻസുകൾ ശരിക്കും ആ സിറിക്സിക്ക് ജസ്റ്റ് ഒന്ന് മറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഗോളായേനെ. 100% അതൊരു ടാപ്പിനാണ്. 100% അത് സിറിക്സി ടാപ്പിൻ ചെയ്യുമായിരുന്നു. ബട്ട് അമാദ് അത് ചെയ്തില്ല. എന്തുകൊണ്ടത് അമാദിന് എന്ത് സെൽഫിഷ് കയറിയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയില്ല. പിന്നെ എനിക്കിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, കളി കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ടോബി. എന്താ രസം അവൻ്റെ കളി കാണാൻ. ടോബി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ്റെ കളി എന്തൊക്കെയോ ഒരു സ്റ്റൈൽ സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ടോബിയുടെ കളി. പിന്നെ എടുത്തു പറയാൻ മാത്രം ഇന്ന് വലിയ കളിയില്ല. ബട്ട് ആ ഒനാനേനെ മാറ്റിയതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. കാരണം ബൈന്ദർ ഇന്ന് വളരെ നല്ല മികച്ച സേവുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ വന്ന് അവർ ഡിഫ്ലക്റ്റ് ചെയ്ത് വന്ന സാധനം എനിക്ക് തോന്നുന്നു അത് ഒനാനയാണെങ്കിൽ അവൻ ഡൈവും ചെയ്യില്ല, അവനത് തട്ടിയിടുകയും ചെയ്യില്ല. ബട്ട് ആ ബൈന്ദർ അവൻ്റെ ഹൈറ്റും ഓൾമോസ്റ്റ് അവൻ സ്ട്രെച്ച് ചെയ്ത് ചാടി അത് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൈന്ദർ നല്ലൊരു കളിയായിരുന്നു. എറിക്സനെ എടുത്ത് പറയുകയാണെങ്കിൽ എറിക്സൺ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും നടത്തിയില്ല. ബട്ട് ആസ് യൂഷ്വൽ എറിക്സൻ്റെ ക്രോസുകൾ നല്ലതായിരുന്നു. കോർണറിൽ വരുന്ന കോർണർ കിക്സ് എറിക്സൻ്റെ നമ്മളത് പല കളികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എറിക്സൻ്റെ കോർണറുകൾ അടിപൊളിയാണ്. പിന്നെ ബ്രൂണോനെ എടുത്ത് പറയുകയാണെങ്കിൽ വലിയ പോരാ, അത്രത്തോളം എത്തിയില്ല. ബട്ട് ആ ലാസ്റ്റത്തെ ഗോളിന് വഴിവെച്ചത് മാർട്ടീനസ് തന്നെയാണ്. ലിച്ച നമ്മളെ സിറ്റിക്കെതിരെ അമാദിന് കൊടുത്ത പോലത്തെ ആസ് യൂഷ്വൽ ആ ഒരു ബോൾ, എനിക്ക് ആ ബോളാണ് ഇഷ്ടപ്പെട്ടത്. എന്താ ഒരു ബോൾ, ആ കേവ് ചെയ്ത് സാധനങ്ങൾ ഉള്ളിലിട്ട് കൊടുത്തു. പിന്നെ നല്ല ഫിനിഷുമായിരുന്നു. നമ്മൾ എടുത്ത് തന്നെ പറയേണ്ടതാണ്. കാരണം ബ്രൂണോനെ കുറ്റം പറയുന്നില്ല. ബട്ട് ആസ് യൂഷ്വൽ വലിയ ഒരു മാറ്റം ഓൾഡ് ട്രാഫോർഡിൽ വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം ഞാൻ കുറേ പ്രതീക്ഷിച്ചിരുന്നു. അമോറിം ചൂടായി, ടി വിയൊക്കെ തല്ലിപ്പൊളിച്ചു, ചെയറൊക്കെ മറിച്ചിട്ടു, ടേബിളൊക്കെ വലിച്ച് വാരി എറിഞ്ഞു. അപ്പോൾ ആ ഒരു പേടിയിലെങ്കിലും ഇവന്മാരൊന്നും നന്നാവും. പക്ഷെ നന്നാവാനുള്ള മെൻറ്റാലിറ്റി കാണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ബട്ട് ജയിച്ചു, വി ആർ ക്വാളിഫൈഡ് ടു പ്രീ ക്വാർട്ടർ. അതിൽ സന്തോഷമുണ്ട്. കാരണം സമാധാനമായിട്ട് ഇരിക്കാറ്. ഇല്ലെങ്കിൽ വീണ്ടും ആ ഒരു എന്താ പറയുക, പ്ലേ ഓഫ് കളിച്ച് കയറി വരണം, വീണ്ടും കുറേ ഗെയിം വരും. അതൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് പ്രീ ക്വാർട്ടറിലേക്ക് കയറിയത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. ഇനി സമാധാനത്തിൽ കളി കാണാം. ബട്ട് ഇനിയും എത്രത്തോളം മെച്ചാവാനുണ്ടോ കുറേ മെച്ചാവാനുണ്ട് എനിക്ക്. ബട്ട് ഇന്ന് പേഴ്സണലി ഗർനാച്ചോയുടെ കളി എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ തോന്നുന്നത് അവനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്.
പിന്നെ ചെൽസിയാണ് വന്നിരിക്കുന്നത്. ചെൽസിയിലേക്കാണെങ്കിൽ അവനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 100+ ചെൽസിൻ്റെ അടുത്ത് വാങ്ങിയേ മതിയാവുള്ളൂ. കാരണം നമുക്ക് 60 മില്യനാണ് മൗണ്ടിനെയൊക്കെ തന്നത്. അപ്പോൾ ഒരു 100 ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നെപ്പോളിക്കാണെങ്കിൽ 60+ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ FFP റൂൾസും കാര്യങ്ങളൊക്കെ PSR റൂൾസിനൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവനെ കൊടുക്കാനുള്ളത് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവനെ കൊടുത്തു വിടാം. പിന്നെ നമ്മൾ കളിയിലേക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 13 ഷോട്ടെങ്ങാനും ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു 70-75 ഒക്കെ എത്തുമ്പോൾ ആകെ 3 ഷോട്ട് ഓൺ ടാർഗറ്റേ വന്നിട്ടുള്ളൂ. കാരണം എന്താ പറയുക, പിന്നെ ഒന്ന് ഉഗാർട്ടേൻ്റെ ഒരു ഹെഡർ, അത് പൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനമായിരുന്നു. പിന്നെ മഗ്വയറിന് കിട്ടിയ ഒരു ഹെഡറിൻ്റെ ഒരു ചാൻസ്, അത് മഗ്വണ്ണന് എന്താ പറ്റിയെന്നറിയില്ല. കാരണം പുള്ളിക്ക് അങ്ങനെ കിട്ടുന്ന ബോളുകളൊക്കെ അടിച്ച് ഉള്ളിലിടാറായിരുന്നു പണ്ടേ പതിവ്. പക്ഷേ ഇപ്പോൾ 2-3 കളികളായിട്ട് പുള്ളിക്ക് കിട്ടിയ ഹെഡേഴ്സ് ഉള്ളിലേക്ക് ഇടാൻ പറ്റുന്നില്ല. അതൊരു ഭയങ്കര ഒരു വിഷമമുണ്ട്. മഗ്വയറിന് എനിക്ക് ഇന്ന് ഡിഫൻസ് സെറ്റായിരുന്നു. ആ ഒരു ഗോൾ ഒഴിച്ച് ബാക്കി ഫുള്ള് എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെട്ടു. ബട്ട് ഡാലോ ആസ് യൂഷ്വൽ അവൻ്റെ അടുത്ത് നിന്ന് കുറേ മിസ് പാസിൽ ഒരു നല്ല അറ്റാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ റേഞ്ചേഴ്സ് ആയതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. ബട്ട് എന്തായാലും ഫർഗി ടൈമിൽ ഒരു വിന്നർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. 2-1 2-1 ജയിച്ചു, നമ്മൾ ക്വാളിഫൈ ആയി. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ബട്ട് കളി ഇനിയും മെച്ചമാകാനുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, കളി കുറച്ചും കൂടി നന്നാക്കണം. ഈ ഇനിയോസ് ആരെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും ആശിച്ചു പോവുകയാണ്. ആരെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക പ്ലീസ്. എന്നാലേ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പുള്ളിക്കാരന് മാറ്റാൻ പറ്റുള്ളൂ. അമോറിം അവൻ്റെ മാക്സിമം നോക്കുന്നുണ്ട്. പ്ലെയേഴ്സിന് കുറച്ചും കൂടിയും സെറ്റാക്കി കൊടുക്കണം. അല്ലാണ്ട് ഒന്നും നടക്കില്ല. അടുത്തത് ഫുൾഹാമിൻ്റെ കൂടെയാണ്. മേലോട്ട് നോക്കേണ്ടി വരും. കാരണം അവന്മാരെ എല്ലാവർക്കും അറിയാലോ, ബ്രൈറ്റനും ബ്രാൻഫോർഡിനെയൊക്കെ പോലെ വേറെ ഒരു സൈക്കോ ടീമാണ് ഫുൾഹാം. കണ്ടു തന്നെ അറിയാം സൺഡേ. ഓക്കെ, ബൈ.